ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ നിയോ ലിബറൽ, ലിബറൽ മോഡേൺ ലിബറലിസം കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മാർക്സിസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മാർക്സിസം ക്ലാസിക്കൽ മാർക്സിസവും നിയോ മാർക്സിസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ക്ലാസിക്കൽ മാർക്സും നിയോ മാർക്സും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളും മെയിൻ തിങ്കേഴ്സും എഴുത്തുകാരും ഒക്കെ നോക്കാം. പിന്നെ മാർക്സിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ബേസിക്കലി ഭയങ്കര എക്കണോമിക്സ് ആണ് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഭയങ്കര പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒരു അമാൽഗമേഷൻ ആണ് നമ്മുടെ ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി. ഓക്കെ, അപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്കും മാർക്സിസത്തിനെ കുറിച്ച് ഗാഢമായ അറിവുള്ള ഒരാളല്ല, എനിക്ക് ബേസിക് നോളജ് ഉണ്ട്. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐഡിയോളജിയാണ്. പക്ഷെ എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് എനിക്കും കുറെ സംശയങ്ങളൊക്കെ ഉള്ള ഒരു ഒരു ടോപ്പിക്കാണ് മാർക്സിസം. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സബ്ജക്റ്റ് ആണ് കേട്ടോ. ലോകത്തില് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ സ്വാധീനിച്ച ഒരു ഐഡിയോളജി എന്താണ്? മാർക്സിസമാണ്. ഓക്കെ, നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർ അതിനുള്ള ഉദാഹരണമാണ്. നമ്മൾ മാർക്സിസ്റ്റുകളല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറഞ്ഞാലും മാർക്സിസം എന്ന ഐഡിയോളജി ഇന്ത്യയിൽ ബംഗാളിനേക്കാളും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സംസ്ഥാനം കേരളമാണ്. ഓക്കെ, മാർക്സിസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നുള്ള പല ലാൻഡ് റിഫോംസും എഡ്യൂക്കേഷണൽ റിഫോംസും എല്ലാം കൊണ്ടുവന്ന മാർക്സിസ്റ്റുകളാണ്. അത് ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിനോട് സോഷ്യലിസം എന്ന ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജിയുടെ ഒരു പരമായിട്ടാണ് ഈ പറഞ്ഞ ലാൻഡ് റിഫോംസും എഡ്യൂക്കേഷൻ റിഫോംസും ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത്. അതിന് വലത് സർക്കാരുകൾ ഉണ്ടെങ്കിലും ഇടത്തിന്റെ ഒരു ഐഡിയോളജിയുടെ ബേസിലാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇടത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെഫ്റ്റ് ഐഡിയോളജിക്ക് നമ്മൾ ലെഫ്റ്റ് എന്ന് യൂഷ്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ആണ് നമ്മൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പം മാർക്സിസം എന്ന ഐഡിയോളജി ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ സ്വാധീനിച്ച ഒരു ഐഡിയോളജി. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സ്വാധീനിച്ച ഒരു ഐഡിയോളജി നമുക്ക് പറയാൻ പറ്റില്ല. ക്യാപിറ്റലിസം ഒരു വേ ഓഫ് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ആ സിസ്റ്റത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റലിസം പറഞ്ഞൊരു വേ ഓഫ് സിസ്റ്റത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷെ ഒരു ഐഡിയോളജി എന്ന നിലയ്ക്ക് ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ലോകത്തിൽ എവിടെയും ഉണ്ടോ? എവിടെയും ഇല്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംഭവം ലോകത്തിൽ എവിടെയും ഇല്ല. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയാനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം ലോകത്തിൽ എവിടെയും ഇല്ല, നിലനിൽക്കുന്നില്ല. ഒരു ഫേസിൽ ഈ പറയുന്ന എന്താണ്, സോവിയറ്റ് യൂണിയൻ ഒക്കെ കമ്മ്യൂണിസത്തിനോട് അടുത്ത് വരെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തിൽ എവിടെ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി അച്ചീവ് ചെയ്യാൻ പോകുന്നതുമില്ല. ഓക്കെ, കാരണം ലോകത്തിന്റെ വേൾഡ് സിസ്റ്റം ഫുള്ള് മാറിയിട്ടുണ്ട്. ലോകത്തിലെ സിസ്റ്റം ഫുള്ള് ഗ്ലോബലൈസ്ഡ് ആണ്, ഭയങ്കര എന്താണ് ഈ പറയുന്നത് ലിബറലൈസ്ഡ് ആണ്. അപ്പം ഇനി കമ്മ്യൂണിസം പറഞ്ഞൊരു ആശയം അച്ചീവ് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ എന്നാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയോളജി മാർക്സിസം ആണ്. ഓക്കെ, മാർക്സിസം ആണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്ലാസിക്കൽ മാർക്സിസം വെച്ച് തുടങ്ങാം. കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ഈ ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ ഫുൾ ഒരു ആസ്പെക്ട്സ് പഠിച്ചിട്ട് നിയോ മാർക്സിസത്തിലേക്ക് ഇറക്കാം. ഓക്കെ, ക്ലാസിക്കൽ മാർക്സിസം ഓഫ് മാർക്സിസം എന്നാണ് പറയുന്നത്. മാർക്സിസം എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലാസിക്കൽ മാർക്സിസം ആണ് ട്രൂ മാർക്സിസം. ഓക്കെ, ട്രൂ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിക്കൽ മാർക്സിസം ആണ്. ഓക്കെ, നിയോ മാർക്സിസം അതിന്റെ കുറച്ചും കൂടെ ഒരു ന്യൂ ഫോർമാറ്റ് ആണ്. The philosophers have only interpreted the world in various ways. The point, however, is to change it. മാർക്സ് ആൻഡ് തീസിസ് ഓഫ് ഫ്യൂറർബർഗ്. മാർക്സ് എഴുതിയ ഒരു തീസിസ് ആണ്. ഓക്കെ, ഒരു ആർട്ടിക്കിൾ പോലെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരു പേപ്പറാണ്, പുള്ളി എഴുതിയൊരു പേപ്പറാണ് ഈ പറയുന്ന തീസിസ് ഓഫ് ഫ്യൂറർബർഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് പുള്ളി പറഞ്ഞൊരു ഇതാണ്, ഫിലോസഫേഴ്സ് ഓൺലി ഇന്റർപ്രറ്റഡ് ദ വേൾഡ് ഇൻ വേരിയസ് വേസ്. ദ പോയിന്റ് ഹവർ ഇസ് ടു ചേഞ്ച് ഇറ്റ്. അതായത് ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു? ലോകത്തിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഭയങ്കര ഫിലോസഫിക്കലിയും എത്തിക്കലിയും മോറലും ഒക്കെ വെച്ചിട്ട് അങ്ങ് ചർച്ച ചെയ്തു, ഇന്റർപ്രറ്റ് ചെയ്തു. ഇങ്ങനെ ആയിക്കൊള്ളാറുണ്ട്. പക്ഷെ മാർക്സ് പറയുന്നത് ചർച്ച ചെയ്ത ഇന്റർപ്രിട്ടേഷൻ മാത്രം പോരാ, മാറ്റമാണ് വേണ്ടത്. ഓക്കെ, ചേഞ്ച് ആണ് വേണ്ടതെന്നാണ് മാർക്സ് പറയുന്നത്. ബിലീവ് ദാറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഇസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്? അതായത് സർവൈവലിന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ആണ് എല്ലാ ആക്ടിവിറ്റിയും കാട്ടി വലുത്. ഓക്കെ, നിങ്ങളുടെ ആർട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ കായിക കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. സർവൈവലിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രൊഡക്ഷൻ, ഓക്കെ, നിങ്ങളുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, സർവൈവലിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഈ സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതാണ് എന്ത് മോസ്റ്റ് ക്രൂഷ്യൽ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ട്. ഒരു ഹ്യൂമൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്രൂഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സർവൈവലിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അതെന്താണ്? പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽ ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ സാധനങ്ങളൊക്കെ മെറ്റീരിയൽ ആണ്. നമ്മൾ മാർക്സിസം പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക, ഐഡിയാസ് കാര്യങ്ങളൊന്നുമല്ല. മാർക്സിസം എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് മെറ്റീരിയൽ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഓക്കെ, ഫുള്ള് മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മാർക്സ് പറയുന്നത് മെറ്റീരിയൽ എന്താണ്, നിങ്ങളുടെ സർവൈവലിന് വേണ്ടിയുള്ള മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ആർട്ടും സിനിമയും സ്പോർട്സും കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്. ഈ പറയുന്ന പ്രൊഡക്ഷൻ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ആണ് മോസ്റ്റ് ക്രൂഷ്യൽ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റി.
ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ അറൈസ് ഫ്രം ദ എക്കണോമിക് ബേസ്, ദ റിയൽ ഫൗണ്ടേഷൻ ഓഫ് സൊസൈറ്റി. അപ്പം ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്സിന്റെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ബേസ് ആൻഡ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അടിത്തറയും ഉപരിഘടനയും എന്നാണ് തോന്നുന്നത് അതിന്റെ മലയാളം. ഓക്കെ, അടിത്തറയും ഉപരിഘടന. അപ്പം ഇതിനകത്ത് പുള്ളി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് കാണുന്ന ലീഗൽ പൊളിറ്റിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അത് ജുഡീഷ്യറി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, എന്ത് ഗവൺമെന്റ് ഫങ്ഷണറീസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആണ്, അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം ആണ് ഇതിന്റെ എല്ലാം ബേസ് എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട്, കുറെ ഈ പറയുന്ന മുതലാളിമാരുണ്ട്, അവരുടെ ഒരു ക്ലാസ് ഉണ്ട്, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന്റെ മുകളിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഗൽ സ്ട്രക്ചർ പണിഞ്ഞു വെച്ചേക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, മാർക്സ് പറയുന്നത്. ഓക്കെ, അതായത് ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയിലും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ ലോകം എടുത്താലും, ഇന്ന് ലോകത്തിലുള്ള ഏത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എടുത്താലും, ഏത് ഗവൺമെന്റ് എടുത്തോട്ടെ, ഏത് ജുഡീഷ്യൽ സിസ്റ്റം എടുത്തോട്ടെ, ലോ എടുത്തോട്ടെ, എന്തും എടുത്തോട്ടെ, ഇതെല്ലാം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടല്ലോ, സമൂഹത്തിലുള്ള ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ എന്താണ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ലീഗൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ പണിഞ്ഞു വെച്ചേക്കുന്നതാണ് മാർക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ലേബറും പ്രൊഡക്ഷനും, ഈ പറയുന്ന രീതിയിലുള്ള ലേബറും പ്രൊഡക്ഷനും ക്യാപിറ്റലിസ്റ്റ് ക്ലാസും ഫാക്ടറിയും മെറ്റീരിയൽ സാധനങ്ങളൊക്കെയാണ് സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ ബേസ്. ഓക്കെ, ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നാണ് മാർക്സ് പറയുന്നത്. ഈ ബേസിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ലീഗൽ പൊളിറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, ബേസ് എന്താണ്, ബേസ് എക്കണോമിക് സ്ട്രക്ചർ ആണ്. സൂപ്പർ സ്ട്രക്ചർ എന്താണ്, ലീഗൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഓക്കെ, അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ആയിക്കോട്ടെ, അതിന്റെ മിഷനറീസ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, നിയമങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം പറയുന്നത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ, അവരുടെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതായത് മാർക്സ് പറയുന്നതിന്റെ ഒരു മൊത്തത്തിലുള്ള ഐഡിയ മനസ്സിലായല്ലോ. എന്താണ് മൊത്തത്തിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ലോകത്തിൽ നിന്നുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന് വേണ്ടിയാണ്. ഇത് മൊത്തത്തിൽ തച്ചുടച്ച് മാറ്റപ്പെടണം. ഓക്കെ, ഒരു റെവല്യൂഷനിലൂടെ, ഒരു വയലന്റ് റെവല്യൂഷനിലൂടെ ഈ സിസ്റ്റം ഫുള്ള് മാറ്റണം എന്നാണ് മാർക്സ് പറയുന്നത്. Driving force of historical change was the dialectic, a process of interaction between competing forces that led to a higher stage of development. Okay, അപ്പം ഡയലക്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഐഡിയ മാർക്സിലുണ്ട്. നമ്മൾ ഇതിന്റെ എല്ലാം ഒന്ന് ബേസിക് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് ഡീറ്റെയിലേക്ക് പോകണ്ട. കാരണം ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തീർക്കാനൊന്നും പറ്റില്ല. കാരണം മാർക്സിസം എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലക്സ് ആയ ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, മാർക്സിസം എന്ന് പറയുന്നത് അത്രയും കോംപ്ലക്സ് ആയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് വാസ് ദ ഡയലക്റ്റിക്, എ പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കോമ്പീറ്റിംഗ് ഫോഴ്സസ് ദാറ്റ് ലെഡ് ടു എ ഹയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പം ഡയലക്റ്റിക് ആണ് എന്താണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചിന്റെ ഒരു കാലാനുസൃതമായ മാറ്റത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയലക്റ്റിക് എന്നാണ് പറഞ്ഞത്. ഡയലക്റ്റിക് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ വരുന്നു, വേറൊരു ഐഡിയയും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു. ആ കോൺട്രഡിക്ഷനിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഹയർ റീസണിങ് ഉള്ള വേറൊരു ഒരു ഹയർ റീസണിങ് ഉള്ള ഒരു ഐഡിയ വരുന്നു. ഓക്കെ, അതായത് രണ്ട് ഒപ്പോസിങ് ഐഡിയാസ് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു. ഓക്കെ, കോൺട്രഡിക്ഷൻ നടക്കുന്നു. അതിന്റെ ബേസിൽ കുറച്ചും കൂടി ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒരു ഹയർ ഐഡിയ വരുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഓട്ടോക്രസി. ഓക്കെ, ഓട്ടോക്രസിയും ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ആക്ടിവിസവും തമ്മിൽ എന്താണ് ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു. ഓക്കെ, ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു ഇവിടെ. ഓട്ടോക്രസിയും ഏകാധിപത്യവും ഈ പറയുന്ന രീതിയിലുള്ള ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിസം, ഡെമോക്രസിക്ക് വേണ്ടിയുള്ള മൂവ്മെന്റ് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു. അവിടെ എന്ത് പറ്റുന്നു, അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഫോം ആകുന്നു. ഇതിനെയാണ് പറയുന്നത് രണ്ട് ഒപ്പോസിംഗ് ഫോഴ്സ് തമ്മിൽ കോൺട്രഡിക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് പറ്റുന്നു, അവിടെ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സാധനം പുറത്തു വരുന്നു. അപ്പം ഐഡിയ അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, മാർക്സ് പറയുന്നത് മെറ്റീരിയൽ ആസ്പെക്റ്റിലാണ്. മാർക്സ് പറയുന്നത് എന്താണ്, മെറ്റീരിയൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ മാർക്സിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ്സും തൊഴിലാളി വർഗവും ബൂർഷ്വാസിയും. മാർക്സിന്റെ ഐഡിയയിൽ എന്താണ് പറയുന്നത്,
പ്രൊലട്രേറ്റ്. ഓക്കെ, പ്രൊലട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊലട്രേറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ്ഗമാണ്. മുതലാളിമാരെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് എന്താണ് പറയുന്നത്? ബൂർഷ്വാസി എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ബൂർഷ്വാസി എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊലട്രേറ്റും ബൂർഷ്വാസിയും തമ്മിൽ ഒരു സ്ട്രഗിൾ നടക്കുന്നു. ഈ സ്ട്രഗിളിനെയാണ് നമ്മൾ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുക. ഓക്കെ, കാരണം ഇത് രണ്ട് ക്ലാസ് ആണ്. ഓക്കെ, ക്ലാസ് സ്ട്രഗിൾ നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു? ഇതിന്റെ ഭാഗമായിട്ട് സൊസൈറ്റി മാറുന്നു, ഒരു സോഷ്യലിസ്റ്റ് സംവിധാനം അവിടെ രൂപപ്പെടുന്നു. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഒരു വയലന്റ് റെവല്യൂഷൻ നടക്കുന്നു, അവിടെ ഒരു സോഷ്യലിസ്റ്റ് സംവിധാനം രൂപപ്പെടുന്നു. ഓക്കെ, ഇതാണ് പുള്ളിക്കാരന്റെ ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഐഡിയ എന്ന് പറയുന്നത്. ബേസിക്കലി ഒന്നുമില്ല, രണ്ട് ഐഡിയാസ് തമ്മിൽ രണ്ട് ഐഡിയാസ് അയക്കാം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആസ്പെക്ട് ആയിരിക്കാം. ഓക്കെ, മാർക്സിലേക്ക് വരുമ്പോൾ ഐഡിയാസ് എന്ന് പറഞ്ഞ സംഭവം ഹെഗലിന്റെ ഒരു ഐഡിയ ആണ്, നമുക്ക് നോക്കാം. മാർക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെന്താണ്? മെറ്റീരിയൽ ആസ്പെക്റ്റിലേക്കാണ് ഇത് വരിക. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് തമ്മിൽ എന്താണ് ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു ഇപ്പൊ സോഷ്യലിസം പോലത്തെ ഒരു സംഭവമോ ഒക്കെ എന്താണ് ഒരു പുറത്തേക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരും. പ്രൊലട്രേറ്റ് ഗ്രേവ് ഡിഗർ ഓഫ് ക്യാപിറ്റലിസം. പ്രൊലട്രേറ്റ് തൊഴിലാളി വർഗ്ഗമാണ് ക്യാപിറ്റലിസത്തിന്റെ കുഴി തോണ്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രേവ് ഡിഗർ എന്നാണ് പറയുന്നത്. ഓക്കെ, തൊഴിലാളി വർഗ്ഗമാണ് ക്യാപിറ്റലിസത്തിന്റെ കുഴി തോണ്ടുന്ന ആൾക്കാരാണ്. ഓക്കെ, ക്യാപിറ്റലിസത്തിനെ ഈ പറയുന്ന രീതിയിൽ ഉന്മൂലനം ചെയ്യുന്നത് ആരാണ്? ഓക്കെ, എക്സ്റ്റൻഷനിലേക്ക് ക്യാപിറ്റലിസത്തിനെ തള്ളിവിടാൻ പോകുന്നത് ആരാണ്? പ്രൊലട്രേറ്റ് ആണ്, അല്ലെങ്കിൽ തൊഴിലാളി വർഗ്ഗമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, കോംപ്ലക്സ് ആണ്, നിങ്ങളൊരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ. പിന്നെയാണ് ജർമ്മൻ ഐഡിയോളജി. ഓക്കെ, പുള്ളിയുടെ ഒരു പുസ്തകമാണ് ജർമ്മൻ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ. അതിനകത്താണ് പുള്ളിക്കാരന്റെ ഒരു മേജർ ഐഡിയ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്നത്. മാർക്സ് ഐഡന്റിഫൈഡ് 6 stages towards classless communism: primitive communism, slavery, feudalism, capitalism, dictatorship of proletariat, classless communism. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഒരു എവല്യൂഷൻ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു റെവല്യൂഷണറി പ്രോസസ് ആണ്. ഓക്കെ, ഈ പറയുന്ന ക്ലാസ് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞ റെവല്യൂഷണറി പ്രോസസ് ആണ്. പക്ഷെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയയിലേക്ക് എത്തിപ്പറ്റുന്നത് ഒരു എവല്യൂഷണറി പ്രോസസ് ആണെന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് കാലം എടുത്ത് എവല്യൂഷനിലൂടെ സംഭവിക്കേണ്ട ഒരു പ്രോസസ് ആണ് കമ്മ്യൂണിസം. ഓക്കെ, അപ്പം പുള്ളി പറയുന്ന ഒരു ഐഡിയ ഉണ്ട്, പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. ഓക്കെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. എന്താണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കമ്മ്യൂണിസത്തിന്റെ കുറച്ച് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കമ്മ്യൂണിസം എന്താണെന്നുള്ളത് ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞു. ആരുമില്ല ഇവിടെ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വർഗമില്ല. ഓക്കെ, ഒരു വർഗമില്ല, എല്ലാവരും ഈക്വലായി ജീവിക്കുന്ന, എല്ലാവർക്കും എല്ലാ റിസോഴ്സസും ഈക്വലായി ലഭിക്കുന്ന, എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വലായി കിട്ടുന്ന ഒരു സൊസൈറ്റിനെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ക്ലാസ് ഇല്ല. പിന്നെ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ്, സ്റ്റേറ്റ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചറിന്റെ ഒരു കാര്യം വെച്ച് പറഞ്ഞിരുന്നു. ഈ എക്കണോമിക് സ്ട്രക്ചർ ആണ് ബേസ്. ഓക്കെ, സമൂഹത്തിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ഒക്കെയാണ് ബേസ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് ഉള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, സ്റ്റേറ്റിന്റെ അകത്ത് വരുന്ന എന്ത് മിഷനറി ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയും പ്രൊലട്രേറ്റിന്റെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിനെ അടിച്ചമർത്താൻ വേണ്ടി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയും പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നതാണ് മാർക്സ് പറയുന്നത്. അപ്പൊ മാർക്സ് പറയുന്നത് സ്റ്റേറ്റ് ഇല്ലാതായാൽ, ഓക്കെ, ക്ലാസും സ്റ്റേറ്റും ഇല്ലാതായാൽ മാത്രമേ സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ സമത്വം ഉണ്ടാവൂ എന്നാണ് മാർക്സ് പറഞ്ഞു നോക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് മാർക്സിസം എന്ന് പറയുന്ന ഐഡിയ പറഞ്ഞു നോക്കുന്നത്. അപ്പൊ മാർക്സ് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? മനുഷ്യനുണ്ടായ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു? ഓക്കെ, അതായത് നമ്മൾ ആദിമ മനുഷ്യരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലേ, അതായത് നമ്മൾ ഹണ്ടർ ഗ്യാദേഴ്സ് ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഓക്കെ, നമ്മൾ വേട്ടയാടിയും ഭക്ഷണങ്ങൾ എവിടെയെങ്കിലും കളക്ട് ചെയ്തൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് അല്ലെ.
കല്ലൊക്കെ ഉരച്ച് തീയൊക്കെ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടം ഉണ്ട്. അപ്പം അതിനെയാണ് മാർക്സ് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അന്ന് പ്യുവർ കമ്മ്യൂണിസം ആയിരുന്നു. ഓക്കെ, പ്യുവർ കമ്മ്യൂണിസം ആയിരുന്നു എന്നാണ് മാർക്സ് പറയുന്നത്. അതായത് എന്താണ് നിങ്ങൾ നോക്കുക, ആദ്യം ആ കാലഘട്ടത്തിൽ എന്താ അവിടെ സ്റ്റേറ്റ് ഉണ്ടോ? സ്റ്റേറ്റ് ഇല്ല. മനുഷ്യന്മാരെ ഭരിക്കാൻ എന്തെങ്കിലും ആൾക്കാരുണ്ടോ? ആൾക്കാരില്ല. മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഈ പറയുന്ന റാഷണൽ സാധനങ്ങളില്ല, എന്താണ് മെറ്റീരിയൽ സാധനങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ സ്റ്റേറ്റ് ഇല്ല. മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. ഗവൺമെന്റ് ഇല്ല, സർക്കാരില്ല, ജുഡീഷ്യറി ഇല്ല, ഒന്നുമില്ല. ആദ്യമ മനുഷ്യന്മാർക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല. അവർ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു. അവര് ജീവിക്കുന്നു, അവര് എന്താണ് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുന്നു. അവർ ഈ പറയുന്ന രീതിയിൽ ഭക്ഷണം വേട്ടയാടിയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗ്യാദർ ചെയ്തും ഭക്ഷണം കഴിക്കുന്നു, മരണപ്പെടുന്നു. ഇതായിരുന്നു അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. അവിടെ ക്ലാസ് ഇല്ല, വർഗ്ഗമില്ല. മനുഷ്യന്മാര് തമ്മിൽ നീ ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആണ്, നീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ്, നീ മുതലാളിയാണ്, നീ തൊഴിലാളിയാണെന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിവിഷനും ഇല്ല അല്ലെ. അപ്പം അതിനെയാണ് മാർക്സ് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്. കാരണം അവിടെ എന്തില്ല, അവിടെ ക്ലാസ്സും ഇല്ല, സ്റ്റേറ്റും ഇല്ല. ഓക്കെ, പക്ഷെ ഇതെന്താണ്, അതൊരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. ഓക്കെ, അതൊരു അതിനെ നമുക്കൊരു എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ. ഓക്കെ, സിവിലൈസ് സൊസൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായിരുന്നു ഏറ്റവും പ്യൂറസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫോം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് വരുന്നു? സ്ലേവറി വരുന്നു. ഓക്കെ, സമൂഹം എങ്ങനെ തിരിയുന്നു? സമൂഹം അടിമകളെന്നും യജമാനന്മാരും എന്ന രീതിയിൽ. ഓക്കെ, സ്ലേവ്സും ഓണേഴ്സും എന്ന രീതിയിൽ ഈ പറയുന്ന സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നു. അത് കഴിഞ്ഞ് എന്ത് വരുന്നു? അത് കഴിഞ്ഞ് സമൂഹത്തിൽ വീണ്ടും ഒരു ഡിവിഷൻ ഉണ്ടാവുന്നു, സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. എന്താണ്? ഫ്യൂഡലിസം വരുന്നു. ഓക്കെ, ഫ്യൂഡൽ സ്ട്രക്ചർ വരികയാണ്. ഓക്കെ, ഫ്യൂഡലിസം വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ ഈ പറയുന്ന രീതിയിൽ ഫ്യൂഡൽ പെസൻസും സെർവ്സും ഗിൽഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ ഡിവിഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഫ്യൂഡലിസത്തിലേക്ക് എന്ത് വരുന്നു? ഫ്യൂഡലിസം വന്നപ്പോഴത്തേക്കും പിന്നെ എന്ത് വരുന്നു? ഫ്യൂഡലിസത്തിലും അവിടെ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുന്നു, കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സിസ്റ്റം വരുന്നു? ക്യാപിറ്റലിസം വരുന്നു. ഓക്കെ, മുതലാളിമാരും തൊഴിലാളിമാരും എന്ന് പറഞ്ഞ് ഈ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയ സിസ്റ്റം ആയിരുന്നു. ഫ്യൂഡലിസം ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട്? നോബിൾസ് ഉണ്ട്. ഓക്കെ, നോബിൾസ് ഉണ്ട്, ലോർഡ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട്, സെർവ്സ് ഉണ്ട്, ഗിൽഡ്സ് ഉണ്ട്. ഇങ്ങനെ കുറെ കോംപ്ലക്സ് ആയ ഡിവിഷൻസ് ഉണ്ടായിരുന്നു ഫ്യൂഡലിസത്തിൽ. പക്ഷെ ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? ഈ കോംപ്ലക്സിറ്റി മാറുകയാണ്. ഓക്കെ, കോംപ്ലക്സിറ്റിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇതിനെ എന്താണ് ക്യാപിറ്റലിസ്റ്റ് അനാർക്കിസം എന്നൊക്കെ, ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ആന്റഗണിസം എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഫ്യൂഡലിസം നിന്ന് ക്യാപിറ്റലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ഇത് കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി മാറുന്നു. അവിടെ ഈ പറയുന്ന രീതിയിൽ മുതലാളിമാരും തൊഴിലാളിമാരും അല്ലെങ്കിൽ ഭൂഷാസികളും ഈ പറയുന്ന പ്രൊലട്ടറിയേറ്റും, ഓക്കെ, വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും എന്ന രീതിയിൽ മാത്രം സമൂഹം തിരിയുകയാണ്. ഓക്കെ, ക്യാപിറ്റലിസം അവിടെ വെച്ചാണ് ഈ പറയുന്ന രീതിയിൽ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്. ഓക്കെ, ക്യാപിറ്റലിസത്തിൽ വെച്ചാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്. അപ്പൊ ക്യാപിറ്റലിസം വരുന്ന ഈ വർക്കിംഗ് ക്ലാസ്സിൽ, അതായത് ചൂഷണം നേരിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ഏലിയനേഷനും ഭയങ്കരമായ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ സഹിച്ചുകൊണ്ടിരുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്താവുന്നു, വർക്കിംഗ് ക്ലാസ് എന്താവുന്നു? അവർ ഈ പറയുന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ ആവുന്നു, അല്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്യുന്നു, അവർ ഒത്തുകൂടുന്നു, അവരെ എന്താ ക്ലാസ് സ്ട്രഗിൾ നടക്കുന്നു. ഈ മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിൽ ഒരു സ്ട്രഗിൾ നടക്കുന്നു. ആ സ്ട്രഗിൾ എന്താവുന്നു? അതൊരു വയലന്റ് റെവല്യൂഷൻ ആവുന്നു എന്നാണ് പറയുന്നത്. മാർക്സിസത്തിൽ പറയുന്നത് ഒരു വയലന്റ് റെവല്യൂഷൻ ആവുന്നു എന്നാണ് മാർക്സിസത്തിൽ പറയുന്നത്. ഓക്കെ, ഒരു വയലന്റ് റെവല്യൂഷൻ, അതായത് അക്രമാസക്തമായ ഒരു റെവല്യൂഷൻ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ അക്രമാസക്തമായ റെവല്യൂഷനിലൂടെ ഈ പറയുന്ന മുതലാളി വർഗത്തിനെ, ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ തൊഴിലാളികൾ മറിച്ചിടുകയും ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലട്ടറേറ്റ്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ സർവാധിപത്യം, ഓക്കെ, തൊഴിലാളികളുടെ സർവാധിപത്യം ഈ സൊസൈറ്റിയിൽ വരികയും ചെയ്യും എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, തൊഴിലാളികളുടെ സർവാധിപത്യം, അതായത് തൊഴിലാളികളാണ് സൊസൈറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ, മുതലാളികൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല. ഈ സമൂഹത്തിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിന്റെ ഭൂരിഭാഗം സ്ട്രക്ചറിൽ വരുന്ന, ഓക്കെ, വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അല്ലെ. ഓക്കെ, തൊഴിലാളികളുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലട്ടറേറ്റ് എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലമാറ്റിക് ആയ ഒരു വാക്കാണ്. അപ്പൊ ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഡിക്റ്റേറ്റർഷിപ്പ് ആണ്, സർവാധിപത്യമാണ്. തൊഴിലാളികളുടെ സർവാധിപത്യ സമൂഹത്തിൽ വരുമെന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സർവാധിപത്യം വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യലിസം വരുന്നു. ഓക്കെ, സോഷ്യലിസം വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ആര് ഏറ്റെടുക്കുന്നു? ഈ തൊഴിലാളികൾ സ്റ്റേറ്റ് ആയിട്ട് ഫോം ആയിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രൈവറ്റൈസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തൊഴിലാളികൾ സ്റ്റേറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നു. ലാൻഡും റിസോഴ്സസും, ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിസം എന്ന ഐഡിയയുടെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ഭൂമിയും, ഓക്കെ, ഭൂമിയും റിസോഴ്സസും, ഈ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉത്പാദിപ്പിക്കുന്ന റിസോഴ്സസ് എല്ലാം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ലഭിക്കണം. അതാണ് സോഷ്യലിസത്തിന്റെ ഐഡിയ. ഓക്കെ, അതായത് ഈ പറയുന്ന സ്വാധീനമുള്ളവനും പണക്കാരനും ഒക്കെ കൂടുതൽ ലഭിക്കുകയും പാവപ്പെട്ടവന് അതിന്റെ മിച്ചം ലഭിക്കുകയല്ല, എല്ലാവർക്കും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ സമൂഹത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ഗുഡ്സ് ആയിക്കോട്ടെ, വേറെ എന്ത് എൻറ്റിറ്റീസോ ആയിക്കോട്ടെ, ഇതെല്ലാം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ലഭിക്കണം
എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അങ്ങനെ സോഷ്യലിസം വന്നു കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? ഈ പറയുന്ന സോഷ്യലിസം ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാവരും എന്താവുന്നു? എല്ലാവരും ഈക്വൽ ആവുന്നു. ഓക്കെ, എല്ലാവരും സമത്വത്തിലേക്ക് എത്തുന്നു. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഈക്വലായ ബെനിഫിറ്റ്സും എല്ലാം നേടിയെടുക്കുന്നു. എല്ലാവരും ഒരേ രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നു. അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള തുക അവർക്ക് ലഭിക്കുന്നു. അവിടെ ഈ പറയുന്ന രീതിയിൽ മുതലാളിമാരില്ല, തൊഴിലാളികളില്ല, എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, എല്ലാവരും ഈക്വൽ ആണ്. ആ സമൂഹത്തിൽ ചൂഷണമില്ല, അസമത്വമില്ല. ഓക്കെ, ചൂഷണമില്ല, അസമത്വമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റുന്നു? അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ക്ലാസ്ലെസ് കമ്മ്യൂണിസം വരുന്നത്. ഓക്കെ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അവിടെയാണ് വരുന്നത്. അതായത് ചൂഷണമില്ല, അസമത്വമില്ല, ചൂഷണമില്ല, അസമത്വമില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ടോ? നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുണ്ടോ അവിടെ? ഓക്കെ, ആൾക്കാർ തമ്മിൽ വേർതിരിവുകൾ ഇല്ലാതെ മനുഷ്യരായി കണ്ട് ചൂഷണങ്ങൾ ഇല്ലാതെ തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമൂഹത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, ഓക്കെ, എല്ലാം ഈക്വലായി ലഭിക്കുന്ന സമൂഹത്തിൽ സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ടോ? സ്റ്റേറ്റിന്റെ ആവശ്യമില്ല എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റിന്റെ ആവശ്യമില്ല. കാരണം അവിടെ എന്തില്ല? ക്ലാസ് ഇല്ല. അവിടെ ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ കാസ്റ്റ് ഇല്ല. ഓക്കെ, കാസ്റ്റിന്റെ കാര്യം ഞാൻ വേറെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലാസ് ഇല്ല. ഓക്കെ, ക്ലാസ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഒരു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും ഇല്ല, ക്ലാസ്സും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റിന്റെ ആവശ്യമില്ല. അങ്ങനെ സ്റ്റേറ്റ് എന്ത് വരുന്നു? സ്റ്റേറ്റ് ഡൈല്യൂട്ട് ആയി പോകുന്നതാണ് മാർക്സ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി അവിടെ പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും. സ്റ്റേറ്റ് ഇല്ലാതാവും, ക്ലാസ് സൊസൈറ്റി ആവും. ഓക്കെ, അങ്ങനെ മനുഷ്യന്മാരെല്ലാം ഈക്വൽ ആയിട്ട് ജീവിക്കുന്ന, സ്റ്റേറ്റ് ഇല്ലാതെ ക്ലാസ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു സൊസൈറ്റി. ഓക്കെ, അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിനാണ് ക്ലാസ്ലെസ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, മാർക്സിസം ഭയങ്കര കോംപ്ലക്സ് ആണ്. മാർക്സിസം ഭയങ്കര കോംപ്ലക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണും, ഇത് നടപടിയാവുന്ന കാര്യമല്ല, അല്ലേ? കാരണം ഇത് നടപടിയാവുന്ന കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒരു പക്ഷെ സോവിയറ്റ് യൂണിയൻ പോലൊരു ഒരു യൂണിയൻ ഒക്കെ കുറച്ചും കൂടെ കാലമൊക്കെ നടന്നിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ചെറുതായിട്ടെങ്കിലും വന്നേനെ. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ മാർക്സിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ മാർക്സിസം എന്ന സംഭവം ഒരു സ്വപ്നമാണ്. ഓക്കെ, അത് യാഥാർത്ഥ്യമാവില്ല. മാർക്സിസം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ ലോകത്തിൽ യാഥാർത്ഥ്യമാവില്ല. ഇന്ന് കുറച്ചും കൂടെ നിയോ മാർക്സിസ്റ്റുകളാണുള്ളത്. ഓക്കെ, മാർക്സിസത്തിന് കുറച്ചും കൂടെ എന്താണ് വേറൊരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിലെ ആൾക്കാർ. ഓക്കെ, അതും ഈ മാർക്സിന്റെ എഴുത്തുകളൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിയോ മാർക്സിസം വന്നിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. നിയോ മാർക്സിസം എന്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മാർക്സിസം എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ കാസ്റ്റ് വരുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. മാർക്സ് കമ്മ്യൂണിസം എഴുതിയേക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും എംഗൽസും കൂടെ രചിച്ചിരിക്കുന്നത് യൂറോപ്പിലെ സാഹചര്യത്തിനനുസരിച്ചാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം മാർക്സ് എഴുതിയേക്കുന്നത് യൂറോപ്പിലെ സാഹചര്യത്തിന് അനുസരിച്ചാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മാർക്സിസം എങ്ങനെയൊക്കെ ലോകത്തിൽ എവിടെയൊക്കെ മാർക്സിസം എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ മാർക്സിസം വരുന്നതിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന്റെ കാരണം എന്താ? കാരണം ലോകത്തിൽ എവിടെയും ഇല്ലാത്തൊരു, ലോകത്തിൽ ഉണ്ട് എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ലോകത്തിൽ എവിടെ ഇല്ലാത്തൊരു ഒരു ഫാക്ടർ ഇന്ത്യയിലുണ്ട്. അതെന്താ? ഇന്ത്യയിലുണ്ട്, ലോകത്തില് ഇന്ത്യയിലുണ്ട്. എന്താണത്? ഇന്ത്യയിലുണ്ട്. എന്താണത്? ലോകത്തില് എല്ലാരും പോയ മാർക്സിസം കേട്ടിട്ട് ലോകത്തില് എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് എവിടെയൊക്കെ എന്നാൽ, കാരണം ഞാൻ പറഞ്ഞു യൂറോപ്പിലെ സാധ്യത അനുസരിച്ചാണ് മാർക്സ് ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസം ബേസിസിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണ്? ഇന്ത്യൻ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഇന്ത്യയിലുള്ള ഒരു കാര്യം എന്താണ്? പോയോ? ആരും ഇല്ല, കേൾക്കുന്നില്ല ആരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും ഷൂട്ട് എന്തെങ്കിലും തെറ്റിക്കോട്ടെ. ഇന്ത്യയില് കാസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ കാസ്റ്റ് ഉണ്ട്. കാസ്റ്റ് എന്നായിരിക്കും ഉദ്ദേശിച്ച സിസ്റ്റർ. കാസ്റ്റ് ഉണ്ട്, ഇന്ത്യയിൽ കാസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ കാസ്റ്റ് ഉണ്ട്. ഇപ്പൊ മാർക്സിന്റെ യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, നൈസ് വൺ ആയിരുന്നു. കാസ്റ്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പം കാസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം മാർക്സിന്റെ ഐഡിയ പ്രകാരം ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിലുള്ള ഒരാളെന്ന് വെച്ചോ, അതായത് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളാണെന്ന് വെച്ചോ, ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആളാണെന്ന് വെച്ചോ. പക്ഷെ അയാൾ ലോവർ കാസ്റ്റ് ആണെങ്കിൽ മാർക്സ് പറയുന്ന ഈ ഒരു പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ മാർക്സ് പറയുന്ന ഈ ഒരു ഹൈറാർക്കിയെ കൊണ്ട് അയാൾ ഇടാൻ പറ്റില്ല ഇന്ത്യയിൽ. ഓക്കെ,
അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇന്ത്യൻ കോൺടസ്റ്റിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പൊ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ മാർക്സിന് പോലും മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതിന്റെ ഒരു ഹൈറാർക്കിക്കൽ സാധനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ കാസ്റ്റും ക്ലാസും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ തന്നെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഐഡിയ ഉണ്ട്. എന്നാലും അതും ഈ പറയുന്ന ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് കൗണ്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തിയറി അവിടെ ഒരു 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 ഭയങ്കര റെലവെന്റ് ആയ ഒരു തിയറി ഇല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ്സ് ഡോമിനന്റ് ആൻഡ് ഡിപെൻഡന്റ് ക്ലാസ് വിത്ത് ഇർകോൺസീലബിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി വലിയൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് ഈ ലാൻഡ് റിഫോംസ് വരുന്നത് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം വരുന്നത് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഭൂപരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത്. ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിങ്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞ ഐഡിയയിലാണ് ലാൻഡ് റിഫോംസ് വരുന്നത്. അപ്പം മാർക്സിസം പറയുന്ന ഐഡിയയിൽ എന്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. പ്രോപ്പർട്ടി ഫുൾ ഓൺ ചെയ്യുന്നത് എന്താണ്, കളക്റ്റീവ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, എല്ലാവർക്കും എല്ലാത്തിന്റെയും മുകളിൽ ഓണർഷിപ്പ് ഉണ്ടെന്നൊരു ഐഡിയ ആണ് പറഞ്ഞത്. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നു, അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു ക്ലാസ്സിന് മാത്രം അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത്, അവിടെ ഒരു ഡോമിനേഷൻ ഉണ്ടാകുന്നു, ബാക്കിയുള്ള ആൾക്കാർ ഡിപെൻഡ് ആവുന്നു. സൊസൈറ്റി സെൽ ടുഗദർ ബൈ ദി ഐഡിയോളജിക്കൽ പവർ ഓഫ് റൂളിംഗ് ക്ലാസ്. അതായത് സൊസൈറ്റി നമ്മൾ നേരത്തെ ബേസ് ആൻഡ് സൂപ്പർ സെക്ടറി പറഞ്ഞ പോലെ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആരാണ്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ് റൂളിംഗ് ക്ലാസ്. അപ്പം ഈ മുതലാളിമാരുടെ ഐഡിയോളജി എന്താണോ അതിനനുസരിച്ചാണ് സൊസൈറ്റി വർക്ക് ആവുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ആയിക്കോട്ടെ, ലീഗൽ എൻറ്റിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് മാർക്സ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഇല്ലാതാവണം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാതാവണം എന്ന് മാർക്സ് പറയുന്നത്. ഹിസ്റ്ററി മൂവ്സ് ടുവേർഡ്സ് ക്ലാസ് സൊസൈറ്റി വിയർ റെവല്യൂഷൻ സ്റ്റഡി. നേരത്തെ പറഞ്ഞത് മാർക്സ് പറയുന്നത് റെവല്യൂഷനിലൂടെ മാത്രം. ഓക്കെ, മാർക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം, ഡെമോക്രസിയിലൂടെ മാർക്സ് പറഞ്ഞിട്ടുണ്ടോ എന്താണ് റെവല്യൂഷൻ, സോറി ഈ പറയുന്ന രീതിയിൽ എന്താണ് ക്ലാസ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാം? ഒരിക്കലും ഇല്ല. ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ മാർക്സിസത്തിൽ ഇല്ല. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ ക്ലാസിക്കൽ മാർക്സിസത്തിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ കമ്മ്യൂണിസത്തിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ ഇല്ല. റെവല്യൂഷണറി സ്ട്രഗിൾ, ഓക്കെ, വയലന്റ് റെവല്യൂഷണറി സ്ട്രഗിൾ. ഓക്കെ, അതായത് വളരെ വയലന്റ് ആയ റെവല്യൂഷണറി സ്ട്രഗിളിലൂടെ മാത്രമേ സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. മാർക്സിസം പറഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു, അത്രയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ് എന്നാണ് കാര്യങ്ങൾ ഫുള്ള് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇപ്പം ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അത് ഭയങ്കര എക്കണോമിക്സ് ആണ് പറയുന്നത്. ഞാൻ ദാസ് ക്യാപിറ്റൽ ഞാൻ വായിക്കാൻ നോക്കിയിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കി നിർത്തിയിട്ട് പോയ ബുക്കാണ്. ഓക്കെ, കാരണം ഭയങ്കര എക്കണോമിക്സ് ആണ്. കുറച്ചും കൂടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി കിട്ടും മാർക്സിസത്തിനെ കുറിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, വളരെ റെലവെന്റ് ആയി. മാർക്സിസം ലോകത്ത് നടപ്പാവില്ല, കമ്മ്യൂണിസം നടപ്പാവില്ല എന്നൊക്കെ പറഞ്ഞാലും ലോകത്തില് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ എവിടെ, നിങ്ങൾ USA പോയാലും, നിങ്ങൾ ഇത് ഏത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പോയാലും, നിങ്ങൾ ലാറ്റിൻ അമേരിക്ക പോയാലും, നിങ്ങൾ വെസ്റ്റ് ഏഷ്യ പോയാലും, എവിടെ പോയാലും എന്താണ് ഒരു ഈ പറഞ്ഞ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ പക്ഷെ ആൾക്കാരെങ്കിലും മാർക്സിസ്റ്റുകളായിരിക്കും, കമ്മ്യൂണിസ്റ്റുകളായിരിക്കും. ഇപ്പൊ യു എസിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് അവിടുത്തെ ഈ പറയുന്ന വർക്കേഴ്സ് എല്ലാവരും കൂടെ എന്താണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും അവിടെ എന്താണ് എന്താണ് പുനർജീവനം നടക്കുന്നുണ്ട്. അവിടെ എന്താണ് മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. US ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രമായ US, UK ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം അത് എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ അഭയം തേടി പോകുന്ന ഒരു ഐഡിയോളജിയാണ് ഇന്ന് മാർക്സിസം. അതാണ് ഞാൻ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ചിട്ടുള്ള ഐഡിയ മാർക്സിസമാണ്. നമുക്ക് അവിടെ ഇരുന്ന് കുറ്റം പറയും കാര്യങ്ങളൊക്കെ പറയാം, എനിക്ക് ഇവിടെ ഇരുന്ന് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൽ ഇത് ഒരിക്കലും ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് മാർക്സിസം എന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യൻ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മാർക്സിസ്റ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. അപ്പം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന് ഞാൻ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം Marx borrowed the dialectical materialism from Hegel, but replaced the idea with matter as the results of the universe. Okay, thesis, antithesis, synthesis. Okay, നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം ഹെഗലാണ് ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഡയലക്ടിക്സിന്റെ മെറ്റീരിയലിസത്തിന്റെ ഒരു ഫസ്റ്റ് ഐഡിയ പറഞ്ഞു വെക്കുന്നത് ഹെഗലാണ്. ഓക്കെ, ഹെഗലിൽ നിന്ന് ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് മാർക്സ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞ ഐഡിയ വെക്കുന്നത്. ഹെഗല് കുറച്ചും കൂടെ ഐഡിയക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു ഐഡിയ വരുന്നു, വേറൊരു ഐഡിയ വരുന്നു, അത് തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു. അപ്പൊ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കുറച്ചും കൂടെ റാഷണൽ റീസണിങ് ഉള്ള ഒരു ഹയർ ഐഡിയ അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ഓക്കെ, ഇതാണ് ഹെഗലിന്റെ ഐഡിയ. അപ്പൊ ഈ മാർക്സ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഐഡിയ മാറ്റി അത് കുറച്ചുകൂടെ മെറ്റീരിയൽ ആക്കി. ഓക്കെ, മെറ്റീരിയൽ പെർസ്പെക്റ്റീവിലേക്ക് ഈ സാധനങ്ങൾ മാറ്റിയെടുത്തു.
ഓക്കെ, മെറ്റീരിയൽസ് വേഴ്സസ്. ഇപ്പം തീസിസ് ആന്റി തീസിസ് സിന്തസിസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് പാർഷ്യൽ ട്രൂത്ത്, ഓപ്പോസിറ്റ് ട്രൂത്ത്, ക്ലോസർ ടു ആബ്സല്യൂട്ട് ട്രൂത്ത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു. അതായത് എന്താണ് ഓട്ടോക്രസിയും ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു മൂവ്മെന്റും നടക്കുന്നു. ഓക്കെ, ഇതെന്താണ്? ഇത് തീസിസ് ആണ്. ഓക്കെ, ഇത് തീസിസ് ആണ്, ഇത് ആന്റി തീസിസ് ആണ്. ഇതിനെ ഒപ്പോസ് ചെയ്ത് വരുന്ന ഐഡിയയാണ് ആന്റി തീസിസ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് വരുന്നു? സിന്തസിസ് വരുന്നു. ഓക്കെ, സിന്തസിസ് എന്താണ്? ഇത് ഓട്ടോക്രസിയും ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു മൂവ്മെന്റ് തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ അവിടെ അവർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് അവിടെ ഫോം ആവും. ഇതാണ് സിന്തസിസ്. ഇതാണ് മാർക്സിന്റെ മെറ്റീരിയൽ ഡയലക്റ്റിക്സിന്റെ ഒരു ബേസിക് ഐഡിയ. ബേസിക്കലി സ്ട്രഗിൾ ആണ്, ക്ലാസ് സ്ട്രഗിൾ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാല് ഇപ്പൊ മാർക്സിന്റെ ഒരു ഐഡിയയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും തമ്മിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നു. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ് ആന്റി തീസിസ്, വർക്കിംഗ് ക്ലാസ് ആണ് തീസിസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സിന്തസിസ് എന്തുണ്ടാവുന്നു? സിന്തസിസ് പ്രൊലറ്റേറിയറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാവുന്നു. ഓക്കെ, പ്രൊലറ്റേറിയറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാവുന്നു, PD. അതെന്താണ്? തൊഴിലാളികളുടെ സർവാധിപത്യം ഉണ്ടാവുന്നു, സോഷ്യലിസം ഉണ്ടാവുന്നു, അതുവഴി ക്ലാസ്ലെസ് കമ്മ്യൂണിസം ഉണ്ടാവുന്നു. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡയലക്റ്റിക്സിനെ കുറിച്ച് നോക്കണ്ട, ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതും ഡയലക്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയുമുണ്ട് സർപ്ലസ് വാല്യൂ, ഏലിയനേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ നോക്കിയതാണ്. ഓക്കെ, എക്കണോമിക് റിലേഷൻസ് ഷേപ്പ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇന്റലക്ച്വൽ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എക്കണോമിക്കൽ സാധനങ്ങളാണ് ബേസ്. മാർക്സ് പറയുന്നത് പറഞ്ഞാൽ എക്കണോമിക്കൽ കണ്ടീഷൻ ആണ് സൊസൈറ്റിയുടെ ബേസ്. ഓക്കെ, എക്കണോമിക് കണ്ടീഷന്റെ പുറത്താണ് സ്റ്റേറ്റും ലീഗൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഫോം ആവുന്നത്. അതായത് ഈ പറയുന്ന എക്കണോമിക് കണ്ടീഷൻ എന്താണ്? ലേബറും പ്രൊഡക്ഷനും ഒക്കെയാണ് ഈ പറയുന്ന എക്കണോമിക്കൽ കണ്ടീഷൻ. ഓക്കെ, സൊസൈറ്റിയുടെ ബേസ്. ഈ ലേബറും പ്രൊഡക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ആരുണ്ട്? ഈ പറയുന്ന ലീഗൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ഉണ്ട്. സർക്കാർ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഫാക്ടറീസ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ. അപ്പം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആസ്പെക്ട് എല്ലാം പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആസ്പെക്ട് ഒക്കെ എന്താണ്? സോഷ്യൽ ആസ്പെക്ട് ഒക്കെ എന്താണ്? എക്കണോമിക് റിലേഷനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി വരണമെന്ന് പറയുന്നത്. സ്റ്റേറ്റും ബ്യൂറോക്രസിയും എല്ലാം ചൂഷണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സിസ്റ്റം ആണെന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. സൊസൈറ്റി ആസ് എ ബേസ്, ഞാൻ ഇപ്പൊ പറഞ്ഞാണ് സൂപ്പർ സ്ട്രക്ചർ, ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അതെന്താണ്? അടിത്തറയും ഉപരിഘടന എന്നാണ് നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുക. ഓക്കെ, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ പവർ. അപ്പൊ എന്താണ് ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ടൂൾസ് ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പം ടൂൾസും മെഷീനറീസ് ഒക്കെ എന്താണ്? അത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ലേബർ പവർ എന്താണ്? നമ്മുടെ ഒരു മനുഷ്യന്റെ ലേബർ പവർ എന്താണ്? അയാളുടെ സ്കില്ലും നോളജും ആണ് ലേബർ പവർ. Doctrine of class conflict. Class struggle is central to history. Communist Manifesto 1848 defines historical class struggle and claims capitalism as simplified antagonism into class antagonism into bourgeoisie versus proletariat. Okay, ഓക്കെ, അപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഫ്യൂഡൽ സൊസൈറ്റിയിൽ എന്തായിരുന്നു? അതൊരു ക്ലാസ് ആന്റഗണിസം എന്നാണ് പറയുന്നത്. അത് എന്താണ് ക്ലാസ് ആന്റഗണിസം എന്ന് പറയാൻ കാരണം? ഫ്യൂഡൽ സൊസൈറ്റി വളരെ കോംപ്ലക്സ് ആയിരുന്നു. അവിടെ എന്തുണ്ട്? അവിടെ ഈ മുതലാളിമാര് തൊഴിലാളിമാര് മാത്രമൊന്നും അല്ലായിരുന്നു. അവിടെ എന്തുണ്ട്? പെസൻസ് ഉണ്ട്. ഓക്കെ, പെസൻസ് ഉണ്ട്, നോബിൾസ് ഉണ്ട്, ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗിൽഡ് എന്ന് പറഞ്ഞ് വേറൊരു സെറ്റപ്പ് ഉണ്ട്, പിന്നെ സെർഫ്സ് ഉണ്ട്, ഇതിലൊന്നും പെടാത്ത സെർഫ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയ സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ ഈ സെറ്റപ്പിൽ നിന്ന് കോൺഫ്ലിക്ട് ഉണ്ടായിട്ടാണ് ക്യാപിറ്റലിസം വരുന്നത്. ഓക്കെ, ക്യാപിറ്റലിസം വരുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഈ പറയുന്ന രീതിയിൽ ബൂർഷ്വാസി വേഴ്സസ് പ്രൊലറ്റേറിയറ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഈ പറയുന്ന ക്യാപിറ്റലിസത്തിനെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആന്റഗണിസത്തിനെ ക്യാപിറ്റലിസം സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ത് ചെയ്തു? ഈ പറയുന്ന ക്ലാസ് സ്ട്രഗിളിനെ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ ഓവർത്രോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അട്ടിമറിക്കുന്നത് ആരായിരിക്കും? അത് തൊഴിലാളി വർഗം മാത്രമായിരിക്കും. ഓക്കെ, പ്രൊലറ്റേറിയറ്റ് ഇസ് ദ ഓൺലി റെവല്യൂഷണറി ക്ലാസ് ദാറ്റ് വിൽ ഓവർത്രോ ക്യാപിറ്റലിസം. ഇതൊക്കെ നിങ്ങൾക്ക് റീസൺ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രൊലറ്റേറിയറ്റ് ഇസ് ദ ഓൺലി റെവല്യൂഷണറി ക്ലാസ് ദാറ്റ് വിൽ ഓവർത്രോ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് തൊഴിലാളി വർഗം മാത്രമാണെന്ന് പറയുന്നത്. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്ന പെസൻസ് ഉണ്ടല്ലോ, പെസൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലേബറേഴ്സിനെ ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൽ മാർക്സ് പെടുത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, അഗ്രികൾച്ചർ ലേബറേഴ്സിന്, ഓക്കെ, അല്ലെങ്കിൽ കർഷകരെ മാർക്സ് തൊഴിലാളി വർഗത്തിൽ അല്ലെങ്കിൽ പ്രൊലറ്റേറിയറ്റിൽ, തൊഴിലാളി വർഗമാണ് കർഷകരും, പക്ഷെ എന്താണ്? വർക്കിംഗ് ക്ലാസ് ആണ് കർഷകരും, പക്ഷെ പ്രൊലറ്റേറിയറ്റ് എന്ന് പറയുന്ന വർഗത്തിലേക്ക്, ഓക്കെ,
ഓക്കെ, പ്രൊലട്രേറ്റ്സിലേക്ക് മാർക്സ് എന്ന അഗ്രികൾച്ചർ ലേബറേഴ്സിനെ കേട്ടിട്ടില്ല. മാർക്സ് പറയുന്നത് അഗ്രികൾച്ചർ ലേബേഴ്സ് അല്ലെങ്കിൽ പെസൻസിന് എന്ത് ചെയ്യാം, പെസൻസിന് സഹായിക്കാം, പെസൻസിന് ഇതിനകത്ത് കൂട്ടായി നിന്ന് സഹായിക്കാം. പക്ഷെ ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവം എന്താണ്? ക്യാപിറ്റലിസം ബേസിക്കലി ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ക്യാപിറ്റലിസം എന്ന സംഭവമൊക്കെ വലിയ രീതിയിൽ വരുന്നത്. അപ്പൊ ഇൻഡസ്ട്രി ബേസ്ഡ് ആയ ക്യാപിറ്റലിസിനെ ഓവർത്രോ ചെയ്യാനുള്ള പൂർണ്ണമായ ഒരു പവർ ഉണ്ടാവുക പ്രൊലട്രേറ്റ്സിനാണ്. ഓക്കെ, തൊഴിലാളി വർഗത്തിനാണ്. അഗ്രികൾച്ചർ ലേബറേഴ്സിന് എന്ത് ചെയ്യാം, ഇതിന്റെ പാർട്ടായി നിന്ന് എന്ത് ചെയ്യാം, പാർട്ടായി നിന്ന് റവല്യൂഷനെ സഹായിക്കാം എന്നാണ് മാർക്സ് പറയുന്നത്. പ്രൊലട്രേറ്റിൽ ആരില്ല? അഗ്രികൾച്ചർ ലേബറേഴ്സ് ഇല്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാണ്, പ്രൊലട്രേറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൽ ആരില്ല? അഗ്രികൾച്ചർ ലേബറേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ഈ പറയുന്ന റവല്യൂഷന്റെ ഭാഗമാവെങ്കിലും പ്രൊലട്രേറ്റ്സ് ആയിരിക്കും, തൊഴിലാളി വർഗമായിരിക്കും ഈ പറയുന്ന ക്യാപിറ്റലിസത്തിനെ ഓവർത്രോ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, the proletarian revolution established social ownership of production and eliminate exploitation. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഓണർഷിപ്പ്, ഈ പറയുന്ന പ്രൈവറ്റ് ഓണർഷിപ്പിനെ ഈ പറയുന്ന പ്രൊലട്രേറ്റ് റവല്യൂഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ ഈ പറയുന്ന ഉന്മൂലനം ചെയ്യുന്നു, അവിടെ എക്സ്പ്ലോയിറ്റേഷനെയും ഉന്മൂലനം ചെയ്യുന്നു. ഓക്കെ, ചൂഷണത്തെയും. അപ്പൊ അതെന്താവുന്നു, ഈ പതിയെ പതിയെ സോഷ്യലിസം വരുന്നു. സോഷ്യലിസം നിന്ന് ക്ലാസ് സ്റ്റേറ്റിലെ സൊസൈറ്റി ഉണ്ടാവുന്നു. അവിടെ എന്തുണ്ടാവുന്നു, ക്ലാസ് സ്റ്റേറ്റിൽ സൊസൈറ്റി ഉണ്ടാവുമ്പോൾ ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ അവിടെ ക്ലാസ് കോൺഫ്ലിക്റ്റും ഇല്ല. വർഗ്ഗങ്ങളില്ലാതെ അവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ക്ലാസ് കോൺഫ്ലിക്റ്റും ഇല്ലാതാവുന്നു. പിന്നെയാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, എക്കണോമിക് ബേസിസ് ഓഫ് മാർക്സിസം എക്സ്പോസിംഗ് ക്യാപിറ്റലിസം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ക്യാപിറ്റലിസം എങ്ങനെയാണ് മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എന്തിലൂടെയാണ്, സർപ്ലസ് വാല്യൂടെയാണ്. ലേബർ ഇസ് ദ സോൾ ക്രിയേറ്റർ ഓഫ് വാല്യൂ, അതർ ഫാക്ടേഴ്സ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ആർ സ്റ്റെറൈൽ. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ലേബർ ആണ്. ഓക്കെ, ഒരു തൊഴിലാളി കൊടുക്കുന്ന ലേബർ ആണ്. ഓക്കെ, ആ തൊഴിലാണ് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് നിശ്ചയിക്കുന്നതെന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, ഒരു തൊഴിലാളി ഒരു കമ്മോഡിറ്റി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയവും ആ സ്കില്ലിനെയാണ് ആ കമ്മോഡിറ്റിക്ക് വില നിശ്ചയിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ഒക്കെ ആയിക്കോട്ടെ സ്റ്റെറൈൽ ആണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഉത്തേജകം പോലെ അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റലും ഓർഗനൈസേഷനും ടൂളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ക്യാപിറ്റലും ഓർഗനൈസേഷനും ടൂളും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. ഒരു തൊഴിലാളി ഒരു കമ്മോഡിറ്റിക്ക് മേളിലിടുന്ന സമയവും അയാളുടെ സ്കില്ലുമാണ് പ്രധാനം എന്നാണ്. ഓക്കെ, അതായിരിക്കണം ഒരു കമ്മോഡിറ്റിക്കുള്ള ലേബറിനുള്ള വില നിശ്ചയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് ദ കമ്മ്യൂണിറ്റി സിസ്റ്റം ബൈ ദ ലേബർ ടൈം യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, ലേബർ എത്ര സമയം കൊടുക്കുന്നു, ലേബർ എത്ര കഴിവും സമയവും ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചെടുക്കാൻ കൊടുക്കുന്നു, അതാണ് ആ കമ്മ്യൂണിറ്റിക്ക് നിശ്ചയിക്കേണ്ട വാല്യൂ എന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ആ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ ആ മുതലാളി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ പ്രവർത്തിക്കുന്നതെന്നോ, എത്ര മിഷനറീസ് യൂസ് ചെയ്യുന്നുണ്ടോ സെക്കൻഡറി. ആ തൊഴിലാളി എത്രത്തോളം എഫേർട്ട് അതിന് വേണ്ടി ഇടുന്നുണ്ടോ, എത്രത്തോളം സമയം ചെലവഴിക്കുന്നോ, അതാണ് ആ കമ്മ്യൂണിറ്റിയുടെ പ്രൈസ് നിശ്ചയിക്കുന്നത്. നാച്ചുറൽ പ്രൈസ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിമാൻഡും സപ്ലൈക്കും അനുസരിച്ച് എന്താണ് അത് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അതിനകത്ത് മാറ്റം ഉണ്ടാവും. നാച്ചുറൽ പ്രൈസ് എന്ന് പറയുന്നത് ബേസിക്കലി നാച്ചുറൽ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ആഡം സ്മിത്തിന്റെ ഐഡിയ ആണ് കേട്ടോ. ആഡം സ്മിത്തിന്റെ ഐഡിയ ആണ്. നാച്ചുറൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ്ഡ് ഓൺ ലേബർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് തൊഴിലാളി എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഈ പറയുന്ന രീതിയിൽ ലേബർ പ്രൈസ് നിശ്ചയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാർക്സ് പറയുന്നത് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി കൊടുക്കുന്നതിന്റെ 10% പോലും തിരിച്ചു കിട്ടുന്നില്ല എന്ന ഐഡിയ ആണ് സർപ്ലസ് വാല്യൂയിലൂടെ മാർക്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സർപ്ലസ് വാല്യൂ ആണ്. ഓക്കെ, ഒരു വാല്യൂ ഒരു ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കുള്ള വാല്യൂവിന്റെ 10% പ്രോഫിറ്റ് പോലും തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല എന്നാണ് മാർക്സ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ സർപ്ലസ് വാല്യൂ തന്നെ വേറെ ഐഡിയ ഉണ്ട്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? പേജ് കാണാൻ പറ്റുന്നുണ്ടോ? പേജ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പേജ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം ഞാൻ വേറെ ആസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എല്ലാവരും ഓക്കെ, മാർക്സിന്റെ വേറെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്സിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്സിന്റെ വേറെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ പറയുന്ന സ്ത്രീകൾ എടുക്കുന്ന ഡൊമസ്റ്റിക് ലേബർ ഉണ്ട്. അതായത് നിങ്ങളുടെ ഹൗസ് ഹോൾഡിൽ നിങ്ങൾ എടുക്കുന്ന ജോലി ഉണ്ട്. ഓക്കെ അല്ലേ,
നിങ്ങളൊക്കെ എല്ലാവരും സ്ത്രീകളാണ്. അപ്പൊ നമ്മുടെ ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റം വെച്ച്, ഓക്കെ, പുരുഷാധിപത്യ സമൂഹത്തിലെ സിസ്റ്റം വെച്ചിട്ട് എന്താണ്, സ്ത്രീകൾ വീട്ടിൽ ജോലി ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ഒരു 9 to 5 നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു 7 to 9 വീണ്ടും പണിയെടുക്കുകയാണ് വീട്ടിൽ, അല്ലേ? വീട്ടിൽ പണിയെടുക്കുകയാണ്. പുരുഷന്മാരെന്തെങ്കിലും ചെയ്യാറുണ്ടോ? പുരുഷന്മാരൊന്നും ചെയ്യാറില്ല. ഓക്കെ, ഞാൻ ഒരു പുരുഷനാണ്, ഞാൻ തന്നെ പറയുകയാണ്, പുരുഷന്മാരൊന്നും ചെയ്യാറില്ല. ഓക്കെ, സ്ത്രീകളാണ് ഈ പറയുന്ന രീതിയിൽ 7 to 9 പണിയെടുക്കുന്നത്. ഈ വർക്കും സത്യം പറഞ്ഞാൽ എന്തിൽ വന്ന് ചേരണമെന്നാണ് പറയുന്നത്, നിങ്ങളുടെ ലേബറിൽ വന്ന് ചേരണം എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തൊഴിലാണത്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തൊഴിലാണത്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അതൊരു സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നിങ്ങൾ 9 to 5 പണിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് ജോലി എടുത്ത് നിങ്ങൾ ഡൊമസ്റ്റിക് അഫയേഴ്സ് നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലേബറിൽ വന്ന് ചേരേണ്ട ഒരു കാര്യമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. അതിനും കൂടെ ചേർത്ത് വേണം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് കിട്ടാൻ, വാല്യൂ കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേജ് കിട്ടാൻ എന്ന രീതിയിലാണ് മാർക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡൊമസ്റ്റിക് അഫയേഴ്സും നിങ്ങളുടെ ലേബർ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞില്ല, മാർക്സ് എന്ന ഐഡിയ എന്താണ്, ഭയങ്കര റെലവെന്റ് ആണ്. ഞാനും ആ ഒരു അഭിപ്രായക്കാരനാണ്. അതായത് സ്ത്രീകൾ വീട്ടിലെടുക്കുന്ന ജോലി എന്താണ്, കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന ആയിക്കോട്ടെ. കാരണം നിങ്ങൾ 9 to 5 ഒരു പണി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് എടുക്കുന്ന പണി എന്താണ്, അതും നിങ്ങളുടെ ലേബർ ആണ്. ഓക്കെ, നിങ്ങൾ ഡൊമസ്റ്റിക് അഫയേഴ്സ് നിങ്ങളുടെ കുടുംബത്തിനായിക്കോട്ടെ, കുടുംബത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലി എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഫാമിലി എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി സൊസൈറ്റിയുടെ പാർട്ടാണ്. ഓക്കെ, ഫാമിലി എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി സൊസൈറ്റിയുടെ പാർട്ടാണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ നോക്കണം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എടുക്കുന്ന ലേബറും എന്താണ്, അതും ഈ പറയുന്ന രീതിയിൽ ഒരു കമ്മോഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ലേബറും നിങ്ങൾ എന്താണ് അതും ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ലേബറിന്റെ പാർട്ടാണ്. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ടൊരു കാര്യമല്ല, അത് നിങ്ങളുടെ ലേബറിന്റെ പാർട്ടാണ്. അതിനും കൂടെ ചേർത്ത് വേണം നിങ്ങൾ എടുക്കുന്ന ജോലി കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അതും കൂടെ ചേർത്ത് വേണം നിങ്ങൾ എടുക്കുന്ന ജോലി കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ സോൾട്ട് വർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, സോൾട്ട് വർക്കേഴ്സിനെ കുറിച്ച്, ഉപ്പ് തൊഴിലാളിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഉപ്പ് തൊഴിലാളികളുടെ അവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പൊരി വെയിലത്ത് 12 മണിക്കൂറാണ് ഉപ്പുപാടങ്ങളിലൂടെ ആൾക്കാർ ജോലി ചെയ്യുന്നത്. സ്ത്രീകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു പുരുഷന്മാരെ സ്ത്രീകൾ. ഇപ്പം നിങ്ങൾ വർക്ക് എടുത്ത് നോക്കി കുറച്ചും കൂടെ ഫിസിക്കൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന പുരുഷന്മാരായിരിക്കും സ്വാഭാവികം. പക്ഷെ സ്ത്രീകൾ ചെയ്യുന്നത് എന്താണ്, അതിനെ ടാലി ചെയ്യുന്ന രീതിയിൽ പാക്കിങ്ങും ഈ ഉപ്പുപാടം എത്തിക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്ത സ്ത്രീകളാണ്. ഓക്കെ, പക്ഷെ കൂലി കിട്ടുന്നത് പുരുഷന്മാർക്ക് കിട്ടുന്നതിന്റെ ഒരു 30-40% കുറവാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. ഇതേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സ്ത്രീകൾ ഈ 12 മണിക്കൂർ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ വീണ്ടും വീട്ടിൽ പോയിട്ട് കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതും വീണ്ടും തുടക്കുന്നതും തൂക്കുന്നതും രാവിലെ വെള്ളം എടുക്കാൻ പോകുന്നതും വിറക് കീറാൻ പോകുന്നതും വിറക് പറക്കാൻ പോകുന്നതും ആരാണ്, സ്ത്രീകളാണ്. ഓക്കെ, മനസ്സിലായി. ഞാൻ ഒരു ആസ്പെക്ട് വെച്ച് പറയുകയാണ്. ഓക്കെ, ഒരു ഉപ്പുപാടത്തെ തൊഴിലാളി പുരുഷന്മാരെന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് പുരുഷന്മാരൊന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് പുരുഷന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷന്മാര് പോകുന്നുണ്ട്, അന്ന് കിട്ടിയ പൈസ അവിടുത്തെ ടാസ്മാക്കി പോയി അടിച്ചു തീർക്കുന്നുണ്ട്. ഓക്കെ, മദ്യപിക്കുന്നുണ്ട്. കാരണം മദ്യപിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത്രയും ഹാർഡ് ഏൺ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ മദ്യപിച്ച് പോകും. ഓക്കെ, ചില ഇത്രയും തൊഴിലെടുക്കുന്ന ആൾക്കാർ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ഇപ്പം കൂലിപ്പണിക്കാരായിക്കോട്ടെ, ഭയങ്കരമായി എന്താണ് പാറോട്ടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉണ്ടാവും. അതൊരു തെറ്റായിട്ട് പറയുന്ന ആളല്ല പേഴ്സണലി ഞാൻ. ഓക്കെ, കാരണം എന്താണ്, അവർ അത്രയും ഹാർഡ് ഏൺ ആയിട്ടാണ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പുരുഷന്മാരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് അവിടെയും അത് ഉപയോഗിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് അവിടെ എന്താണ്, അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. അത് നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ വിറക് വെട്ടാൻ പോകുന്നതും വെള്ളം കോരാൻ പോകുന്നതും വീട്ടിൽ പാചകം ചെയ്യുന്ന സ്ത്രീകളാണ്. പക്ഷെ ഇതെല്ലാം ലേബറിനകത്ത് കൂട്ടുപെടുന്നുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ ലേബറിനകത്ത് ചേർത്ത് വെക്കപ്പെടുന്നില്ല. ഓക്കെ, ഇതൊന്നും നിങ്ങൾ അവർ ചെയ്ത ലേബറിനകത്ത്, സ്ത്രീകൾ ചെയ്ത ലേബറിനകത്ത് ഇതൊന്നും ചേർത്ത് വെക്കപ്പെടുന്നില്ല. അപ്പൊ അത് തെറ്റാണ്. അതും നിങ്ങളുടെ ലേബറാണ്. ഓക്കെ, അത് നിങ്ങളുടെ ടൈമും എഫേർട്ടും കൊടുത്ത് എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ ലേബറാണ്. അതിനുള്ള കൂലി നിങ്ങൾ അർഹിക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ് എടുക്കുന്ന സ്ത്രീകളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് ആ ഒരു ഐഡിയയും കൂടെ മാർക്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്സ് എന്ന് പറയുന്ന ഐഡിയ എല്ലാ കാലത്തും റെലവെന്റ് ആണ്. അപ്പൊ നിയോ മാർക്സിസം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കിയങ്ങ് ഒരുപാട് സമയം പോയി. ഞാൻ പറഞ്ഞില്ല മാർക്സിസം ഇങ്ങനെ കോംപ്ലക്സ് ആണ്, ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോ തന്നെ വയ്യാണ്ടായി. നിയോ മാർക്സിസം ഇൻസ്പയർഡ് ബൈ ദ ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് ഓഫ് യങ് മാർക്സ്. ഓക്കെ, യങ് മാർക്സ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മാർക്സിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ മാർക്സ് എഴുതിയിരുന്ന കുറച്ച് റൈറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, തീസിസ് ഓഫ് യൂറർബാക്ക് പോലെയുള്ള കുറച്ച് റൈറ്റിംഗ്സ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് അനലൈസിസ് സബ്റ്റിൽ ഡോമിനൻസ് മെക്കാനിസം, സോഷ്യൽ ഡിസ്റ്റോർഷൻ ആൻഡ് പാത്ത് ഓഫ് ഹ്യൂമൻ എമാൻസിപ്പേഷൻ. അപ്പം നമ്മൾ ക്ലാസിക്കൽ മാർക്സിസത്തിലേക്ക് നിന്ന് നിയോ മാർക്സിസത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ക്ലാസിക്കൽ മാർക്സിസം ഞാൻ പറഞ്ഞ പോലെ ഫുൾ എക്കണോമിക്സ് ആണ്. ഓക്കെ,
എല്ലാം എക്കണോമിക്കൽ ബേസിലാണ് കാര്യങ്ങൾ കാണുന്നത്, ഫുൾ എക്കണോമിക്കൽ ബേസിലാണ് കാര്യങ്ങൾ കാണുന്നത്. അതേ കണക്ക് തന്നെ മെറ്റീരിയലിസ്റ്റ് ആണ്. ഓക്കെ, മെറ്റീരിയലിസ്റ്റ് ആണ്, എക്കണോമിക് ബേസിലാണ്. പക്ഷേ നിയോ മാർക്സിസ്റ്റ് വരുമ്പോഴത്തേക്കും നിയോ മാർക്സിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ സോഷ്യൽ പെർസ്പെക്ടീവ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടെ ഈ പറയുന്ന രീതിയിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് നിയോ മാർക്സിസ്റ്റ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന രീതിയിൽ എക്കണോമിക്കലി എല്ലാം ചെയ്യപ്പെട്ടാൽ മാത്രം മനുഷ്യന്മാർ ഈ പറയുന്ന രീതിയിൽ ഉയർത്തെഴുന്നേൽക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ എന്ത് വേണം, അവിടെ ഈ പറയുന്ന രീതിയിൽ എന്ത് വേണം, സോഷ്യൽ പെർസ്പെക്ടീവ്സും കൂടെ വേണം. ഓക്കെ, സൊസൈറ്റിയിൽ അതിൻ്റെതായ ഫിലോസഫിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളായിക്കോട്ടെ, എത്തിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അപ്പം ഇതൊക്കെ കൂടെ മാറിയാലേ കാര്യങ്ങൾ മാറൂ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, criticize determinants and scientific tendency in orthodox Marxism. It does not believe in Marx's tradition of inevitable collapse of capitalism. It more focuses on ideology rather than upon economics. It no longer treats working class as the revolutionary agent. Okay, അപ്പം മാർക്സ്, ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞത് ഈ നിയോ മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നതാണ് ഡിറ്റർമിനസിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. ഡിറ്റർമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനസ് എന്ന് പറഞ്ഞാൽ മാർക്സിസത്തിലേക്ക് വരുന്ന ഡിറ്റർമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് പെർസ്പെക്റ്റീവ് മാത്രമേ സമൂഹത്തിലുള്ളൂ. ഓക്കെ, എക്കണോമിക്കലാണ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഇല്ല, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും എടുക്കണ്ട, ക്ലാസ് മാത്രമേ ഉള്ളൂ, എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓർത്തഡോക്സ് മാർക്സിസം എന്നാണ് പറയുന്നത്. ഓക്കെ, നിയോ മാർക്സിസ്റ്റുകൾ അതിനെ തള്ളിക്കളയുകയും എന്താണ് അതേ കണക്ക് തന്നെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ കൊളാപ്സ് ആയിട്ട് കമ്മ്യൂണിസം എന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയയിലേക്ക് നിയോ മാർക്സിസ്റ്റുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയ ഒരു വിദൂര സാധ്യതയായിട്ട് മാത്രമേ നിയോ മാർക്സിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇപ്പം. ഓക്കെ, അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സിസ്റ്റം തകരുകയും മൊത്തത്തിൽ തകരുകയും അവിടെ സോഷ്യലിസം വരികയും അത് പിന്നീട് ക്യാപിറ്റലിസം ആവുകയും എന്ന് പറഞ്ഞ എവല്യൂഷണറി പ്രോസസ്സിൽ നിയോ മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകളൊക്കെ നിയോ മാർക്സിസ്റ്റുകളാണ്, നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇന്ത്യയിലെ മാർക്സിസ്റ്റുകളൊക്കെ എന്താണ്? നിയോ മാർക്സിസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ വർക്കിംഗ് ക്ലാസ് റെവല്യൂഷണറി ഏജന്റ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഓക്കെ, വർക്കിംഗ് ക്ലാസ് എന്താണെന്ന് വിശ്വസിക്കുന്നില്ല. വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന സാധനം ഈ റെവല്യൂഷൻ ഒരു തൊഴിലാളി വർഗ്ഗങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭീകരമായ എന്താണ് ഒരു 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 അട്ടിമറി ഈ പറഞ്ഞ രീതിയിൽ ക്യാപിറ്റലിസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നൊന്നും നിയോ മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല. നിയോ മാർക്സിസ്റ്റുകൾ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം, സോഷ്യൽ പെർസ്പെക്ടീവ്സിലൂടെ, സോഷ്യൽ ആക്ടിവിസത്തിലൂടെയൊക്കെ സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ എന്തുണ്ട്? അവിടെ എക്കണോമിക്സിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, എക്കണോമിക് സ്ട്രക്ചറിൽ മാറ്റം വരണം, ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതാവണം. പക്ഷെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും, ഓക്കെ, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഹ്യൂമെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇവിടെ എന്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്, മാറ്റം കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, എന്താണ് ഈ റിലീജൻ എന്ന് പറഞ്ഞ കാര്യത്തിനെയും കൾച്ചറിനെയും ഐഡിയാസിനെയും മീഡിയനെയും എഡ്യൂക്കേഷനും എല്ലാം ഈ പറയുന്ന സൊസൈറ്റിയിൽ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ല എക്കണോമിക് ഈ മുതലാളി തൊഴിലാളി ഫാക്ടറി പ്രൊഡക്ഷൻ മാത്രമല്ല, സൊസൈറ്റിയിൽ കൾച്ചർ ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ഇതെല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗം മാത്രം നിന്നുകൊണ്ട് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവത്തിനെ മൊത്തം ഉടച്ചു കളയാമെന്നും ഇന്നത്തെ നിയോ മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. പിന്നെ നിയോ മാർക്സിസ്റ്റുകൾ ഒരു പരിധി വരെ എന്ത് വിശ്വസിക്കുന്നുണ്ട്? സോഷ്യലിസം വരെ അച്ചീവ് ചെയ്തെടുക്കാന്ന് വിശ്വസിക്കുന്നുണ്ട്. കമ്മ്യൂണിസത്തിലേക്ക് നിയോ മാർക്സിസ്റ്റുകൾ ഇന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, നിയോ മാർക്സിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് സംഭവത്തിലേക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, സോഷ്യലിസം വരെ സംഭവത്തിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല. It attempts to criticize social practices and wants to change the society to it seeks to analyze dominance and dependence, distortions in the distortions in the contemporary civilization and the possible ways to human emancipation. ഞാൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ പ്രോബ്ലംസിനെ ഈ പറയുന്ന രീതിയിൽ കൾച്ചറലി റിലീജിയസ് പരമായിട്ടുണ്ടാകും സോഷ്യൽ പ്രോബ്ലംസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ടർ ചെയ്തുകൊണ്ട് അതേ കണക്ക് തന്നെ വർക്കിംഗ് ക്ലാസ് നേരിടുന്ന തൊഴിലാളികൾ നേരിടുന്ന എക്കണോമിക് പ്രോബ്ലംസിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു അമാൽഗമേഷനിലൂടെ മാത്രമേ ഹ്യൂമൻ എമാൻസിപ്പേഷൻ സാധ്യമാകൂ. ഓക്കെ, അല്ല ഹ്യൂമൻ എമാൻസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് മനുഷ്യന്മാരുടെ ഈ പറയുന്ന ചൂഷണത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടല്ലോ, അതിനാണ് എമാൻസിപ്പേഷൻ, ഉയർത്തെഴുന്നേൽപ്പിനാണ് നമ്മൾ എമാൻസിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സാധ്യമാവെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ ഒരു അമാൽഗമേഷനിലൂടെ അത് സാധ്യമാവുമെന്നാണ് പറയുന്നത്. ദിസ് സ്കൂൾ ഈസ് ഓൾസോ നോൺ ആസ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ദി ക്രിട്ടിക്കൽ സ്കൂൾ. അപ്പൊ ഇതിനെ എന്താണ് പറയുന്നത്? ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് സ്കൂളുണ്ട്, ചിക്കാഗോ സ്കൂളുണ്ട്, ഫ്രാങ്ക്ഫർട്ട് സ്കൂളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളെയാണ് നമ്മൾ ബേസിക്കലി സ്കൂൾ എന്ന് ഉദ്ദേശിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്ത ആൾക്കാരെ, ഓക്കെ, നമ്മളിങ്ങനെ ഓരോ സ്കൂൾ എന്ന് പറയും. ഇപ്പൊ ചിക്കാഗോ സ്കൂൾ എന്ന് പറഞ്ഞാൽ ലിബറൽ ഐഡിയാസ് അല്ല, ചിക്കാഗോയിൽ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആണ്. ഓക്കെ, നിയോ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് സ്കൂളുകളുണ്ട്. ഇതിൽ നിന്നും കുറെ ചോദ്യം വരുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഇല്ല കുറെ ചോദ്യം ഒന്നും വരില്ല.
ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടുന്നത് കുറെ ചോദ്യമൊന്നും വരില്ല. ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഈ റീസൺ അസോഷൻ ചോദ്യമൊക്കെ ചോദിക്കാം. മാർക്സിസം ഒക്കെ നമ്മൾ കേരളത്തിലെ സെറ്റ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. മാർക്സിസത്തിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ കേട്ടു നോക്കുക. ഓക്കെ, ക്ലാസ് ഒന്നുകൂടെ കേട്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഈ ക്ലാസിക്കൽ മാർക്സിസം വെച്ചിട്ട് നിയോ മാർക്സിസം കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ക്ലാസിക്കൽ മാർക്സിസത്തിനുള്ള നിയോ മാർക്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മാർക്സിസം എന്ന് പറയുന്നത് എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് തൊഴിലാളി മുതലാളി ആ ഒരു ഡൈക്കോട്ടമിയിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ തൊഴിലാളി വർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ക്യാപിറ്റൽ ക്ലാസിനെ അട്ടിമറിക്കാം, അതുവഴി ഈ ക്ലാസ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നു. ഇപ്പം നിയോ മാർക്സിസത്തിൽ വരുമ്പോഴത്തേക്കും ഈ ഐഡിയയിൽ നിന്ന് ഒന്ന് ബ്രേക്ക് ആവുകയാണ്. അവർ പറയുന്നുണ്ട് തൊഴിലാളി വർഗ്ഗം മാത്രം നിന്നുകൊണ്ട് ക്യാപിറ്റലിസത്തിനെ കൊളാപ്സ് ചെയ്തെടുക്കുക എന്നുള്ള ഐഡിയ ഒന്നും നിയോ മാർക്സിസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ മാർക്സിസം കുറച്ച് നിങ്ങൾ ഈ ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് റെക്കോർഡറാണല്ലോ, അപ്പൊ ഒന്നുകൂടെ ഇത് കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിലും സിംപ്ലിഫൈ ചെയ്ത് മാർക്സിസം നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറച്ച് വായിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാസ് വരുമ്പോൾ സംശയമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുക. ഓക്കെ, ബാക്ക് ടു ടോപ്പിക് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. അപ്പം ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ എന്താണ് തിയോഡർ അഡോണയും മാർക്ക് ഓമൻഡയും ഹെഡ്ബർഗ് മാർക്യൂസും എത്ര മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് റിവൈസ് ചെയ്യേണ്ടി വരും, അതെനിക്കറിയാം. പിന്നെ മാർക്സിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ചുകൂടെ ഫാക്ച്വലായിട്ട് പഠിക്കുക, ബുക്സ്, ഓതേഴ്സ്, പിന്നെ ഈ പറയുന്ന രീതിയിൽ മാർക്സിസത്തിന്റെ ഒരു ബേസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഈ ഒരു ബേസ് ഉണ്ടല്ലോ, മാർക്സിസം പറഞ്ഞു വെക്കുന്ന ബേസ്, ക്ലാസിക്കൽ മാർക്സിസം എന്താണ്, നിയോ മാർക്സിസം എന്താണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ബേസ് ഉണ്ട്. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഈ മെറ്റീരിയൽ മാർക്സിസം എന്താണെന്ന് മനസ്സിൽ നിങ്ങൾ മെറ്റീരിയൽ നോക്കി നിങ്ങൾ ചാറ്റ് ജിപിടി എടുക്കുക. ഓക്കെ, പറഞ്ഞു തരാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നത്, കാരണം ഞാൻ പറഞ്ഞത് ഇച്ചിരി കോംപ്ലക്സ് ആണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചാറ്റ് ജിപിടി എടുത്തിട്ട് കമ്മ്യൂണിസവും ക്ലാസിക്കൽ മാർക്സിസവും നിയോ മാർക്സിസവും തമ്മിലുള്ള ഏറ്റവും സിംപ്ലിഫൈഡ് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറയുമ്പോൾ അവർ ഏറ്റവും സിംപ്ലിഫൈ ഒരു സാധനം പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും ചാറ്റ് ജിപിടിയും പറയുക. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുക, കാരണം ഇതിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മാർക്സിസം പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഭയങ്കര എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് മാർക്സിസം പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ വായിച്ച് നോക്കുക, ആ ഒരു ഐഡിയ നിങ്ങൾ വെച്ചേക്കുക, ആ രീതിയിലൊക്കെ ചോദ്യം വരും. ഞാൻ പിന്നെ കുറച്ചും കൂടെ എലോബറേറ്റ് ആയിട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക, നിങ്ങൾക്കുള്ള സംശയം നിങ്ങൾ എഴുതി വെക്കുക, എന്നോട് ചോദിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് തീർത്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ് മുന്നോട്ട് പോകും. ഓക്കെ 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 അപ്പൊ ഇതിനെ ക്രിട്ടിക്കൽ തിയറി എന്ന് പറയാറുണ്ട്. ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, സിമ്പിൾ ആണ് ഇത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും സർപ്ലസ് വാല്യൂവും ഏലിനേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, ഇനിയുണ്ട് ടോപ്പിക്സ്, അത് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, അപ്പം അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കൺസേൺ ആവുന്ന വേണ്ട, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതെല്ലാവരും നോക്കി വെക്കുക. എന്താണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് കൊടുത്തിട്ടുണ്ട്, തിങ്കേഴ്സ് ആൻഡ് ദെയർ ബുക്സ്, മാർക്സിസത്തിൽ വരുന്ന എന്താണ് കാൾ മാർക്സിന്റെ ബുക്സും. ഓക്കെ, ഇതെല്ലാവരും നോക്കി വെക്കുക. ഫെഡറിക് ഏംഗൽസ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ കോ ഓത്തറാണ് ഫെഡറിക് ഏംഗൽസ്. ഓക്കെ, പുള്ളിക്കാരൻ എഴുതിയ ബുക്കും ലെനിന്റെ ബുക്കും മാവോ സേതോഗിന്റെ ബുക്കും ഒക്കെ ഉണ്ട്. വാട്ട് ഈസ് ടിബറ്റ് ആൻഡ് എംബിൽ ഹൈ സ്റ്റേജ്, ഈ ബുക്കിന്റെ പേര് സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ ഒക്കെ ലെനിന്റെ ബുക്കാണ്, ഫേമസ് ബുക്കാണ്. പിന്നെ ലിയോൺ ട്രോട്സ്കി, പെർമനന്റ് റെവല്യൂഷൻ, റിസൾട്ട്സ് ആൻഡ് പ്രോസ്പെക്ട്സ്, ഹിസ്റ്ററി, റഷ്യൻ സിവിലൈസേഷനും റെവല്യൂഷൻ ബിട്രേലും. മാവോ സേതുവിന്റെ ബുക്സ് ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ നിയോ മാർക്സിസ്റ്റുകളുടെ ബുക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക, ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കി വെക്കുക. ഓക്കെ, ഞാൻ അധികം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ആയി കാണും. ഞാൻ ക്ലാസ് ഇറങ്ങുന്നതിന് എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും.